Hi friends, ഇന്നത്തെ ടോപ്പിക്ക് ക്വാഷിയോക്കർ ആൻഡ് മെറാസ്മസ്. ഈ രണ്ട് കണ്ടീഷൻസിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം പീഡിയാട്രിക്സ്. Let's start right away. Before that, let me take my pen. Where is it? Okay, അപ്പോൾ ഈ കണ്ടീഷൻ നോക്കിയേ. See, look at this picture here. You can see these two cute babies here, but they are not well. ഇവരുടെ abdomen distended ആയിട്ടിരിക്കുന്ന കണ്ടോ? It's very sad to see this, right? So just see these pictures. You can see skin condition. You can see the abdomen distended. മുഖം ഏകദേശം മൂൺ ഫേസ് പോലെയാണ്. Okay, like a moon, round. So this is a case of kwashiorkor. അപ്പോൾ kwashiorkor എന്താണ്? What is kwashiorkor? See, kwashiorkor ആയാലും മെറാസ്മസ് ആയാലും both are protein energy malnutrition. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രിഷൻ്റെ താഴെ വരുന്ന രണ്ട് അസുഖങ്ങളാണ് ക്വാഷിയോക്കറും മെറാസ്മസും. ബേസിക്കലി മാൽന്യൂട്രിഷൻ്റെ രണ്ട് വെറൈറ്റീസാണ്. ഇപ്പോൾ ക്വാഷിയോക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ there is one misconception. I'll clear that first and then we'll go. I'm not sure if you guys can see me properly. 1 minute. Okay. So, ഈ ക്വാഷിയോക്കർ ആയാലും മെറാസ്മസിലായാലും രണ്ടിലും പ്രോട്ടീനും എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലറീസ് എന്നാണ് പറയുക. ഈ രണ്ട് അസുഖങ്ങളിലും പ്രോട്ടീനും കുറവാണ്, കാലറീസും കുറവാണ്. ഓക്കെ, ദിസ് മച്ച് ക്ലിയർ. ക്വാഷിയോക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി പ്രീഡോമിനൻ്റ് ആണ്. ഐ ആം യൂസിങ് പവർ പോയിൻ്റ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നമ്മുടെ ഈ ടാബിൽ പഠിപ്പിക്കുകയാണെങ്കിൽ you can just write this, like write very fast and teach. Okay, so ക്വാഷിയോക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്, കാലറി ഡെഫിഷ്യൻസി ഉണ്ട്. പക്ഷേ ഏതാണ് കൂടുതൽ ഡെഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്നത്? പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കാണുക ക്വാഷിയോക്കറിൽ. കീപ് ദിസ് ഇൻ മൈൻഡ്. മെറാസ്മസ് എന്ന് പറയുന്ന അസുഖത്തിൽ, മെറാസ്മസിൻ്റെ ഫോട്ടോ എവിടെ ലുക്ക്. അപ്പം ഈ മെറാസ്മസ് എന്ന് പറയുമ്പോൾ കുട്ടി വളരെ തിന്നായിരിക്കും. കുട്ടിയുടെ റിബ്സ് ഒക്കെ പുറത്ത് കാണുന്ന രീതിയിലായിരിക്കും. ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ലുക്ക് അറ്റ് ദിസ് വെരി ക്യൂട്ട് ബേബി ഹൂ ഈസ് സഫറിങ്, റൈറ്റ്? സോ യു ക്യാൻ സീ ദ റിബ്സ് ആൻഡ് ഹി ലുക്സ് വെരി ലീൻ. ഇതിനെയാണ് ബാഗി പാൻറ്റ് അപ്പിയറൻസ് എന്ന് പറയുക. ലുക്ക് വളരെ ലൂസായിട്ടൊരു പാൻസ് ഇട്ടേക്കുന്നില്ലേ, അതേപോലെ കുട്ടിയുടെ സ്കിന്നൊക്കെ കണ്ടോ? ദ മസിൽ എവറിത്തിങ് ഫ്രം ദാറ്റ് ഗ്ലൂട്ടിയൽ റീജിയൻ ഇസ് ഗോൺ. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ആൻഡ് ദർ ഇസ് ദിസ് ബാഗി പാൻറ്റ് അപ്പിയറൻസ്. അപ്പം മെറാസ്മസിൽ ഇവിടെയും പ്രോട്ടീനും ഡെഫിഷ്യൻ്റ് ആണ് കുട്ടിയുടെ ഡയറ്റിൽ, കാലറീസും ഡെഫിഷ്യൻ്റ് ആണ് കുട്ടിയുടെ ഡയറ്റിൽ. പക്ഷേ മെറാസ്മസിൽ കാലറി ഡെഫിഷ്യൻസി ഇസ് മോർ കമ്പയർഡ് ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി. മെറാസ്മസിൽ കാലറി ഡെഫിഷ്യൻസി ഇസ് മോർ കമ്പയർഡ് ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഓക്കെ, ഒന്നും കൂടെ. ഇതാണ് ക്വാഷിയോക്കർ. ക്വാഷിയോക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം കുട്ടി കുറച്ചൊക്കെ കാലറി റിച്ച് ഫുഡ് കഴിക്കും, കാർബ്സ് ഉണ്ടാവും ബോഡിയിൽ. പക്ഷേ ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്ന പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ how I remembered that kwashiorkor is, if somebody asks you can say kwashiorkor is protein deficiency. Okay, but keep this in mind. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ക്വാഷിയോക്കറും മെറാസ്മസിലും പ്രോട്ടീനും ഡെഫിഷ്യൻ്റ് ആണ്, കാലറീസും ഡെഫിഷ്യൻ്റ് ആണ്. പ്രീഡോമിനൻ്റ്ലി ക്വാഷിയോക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ, ഞാൻ ഓർത്ത് വെച്ചിരുന്നത്, ഇപ്പം എന്നെ കോളേജിൽ പഠിപ്പിച്ച ഞങ്ങൾക്കൊരു സാർ ഉണ്ടായിരുന്നു. ഓക്കെ, സാറിൻ്റെ പേര് കെ പി സർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തിരുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന, അല്ലെങ്കിൽ യു ക്യാൻ എല്ലാം കാണപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്കിങ്ങനെ കോഡ് വെച്ചും നമ്മളെ പരിചയമുള്ള ആൾക്കാരെ ഓർത്തിട്ടും
ഒക്കെ പഠിക്കാം. സോ ആ സമയത്ത് യുവർ ബ്രെയിൻ യു ഡോണ്ട് ഹാവ് ടു ലോഡ് യുവർ ബ്രെയിൻ വിത്ത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ആൻഡ് ഐ എം എ പേഴ്സൺ ഹു ഡസൻറ്റ് മഗപ്പ് തിങ്സ്. എനിക്ക് ഇഷ്ടമല്ല കാണാപ്പാഠം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് എൻ്റെ സ്കൂൾ ലൈഫിൽ മാത്സ് ആയിരുന്നു. മാത്സിൽ നമ്മൾ കാണാപ്പാഠം പഠിക്കണ്ട, മഗപ്പ് ചെയ്യണ്ടല്ലോ. എന്നുവെച്ചാൽ നമുക്ക് കോൺസെപ്റ്റ് അറിയാം, ആ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ യു ക്യാൻ സോൾവ് എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു മാത്സ്. ഐ വാസ് എ ടോപ്പർ ഇൻ ഐ ഗോട്ട് 100. അതെൻ്റെ ക്രെഡിറ്റായിട്ട് ഒരിക്കലും ഞാൻ പറയില്ല. എന്നെ പഠിപ്പിച്ച മിനി മാഡത്തിൻ്റെ ക്രെഡിറ്റാണ്. അത്ര സൂപ്പറായിട്ടാണ് മാം മാത്സിൻ്റെ ബേസും ബേസ് പഠിപ്പിച്ചത്, എല്ലാം പറഞ്ഞു തന്നത്. സോ ഇറ്റ്സ് ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ഹർ. എനിക്കിപ്പോഴും മാത്സ് ഇഷ്ടമാണ്. പക്ഷേ ഐ തിങ്ക് ഐ ഹവ് ലോസ്റ്റ് ദറ്റ് ഐ forgot the equations and all that, but so that's the beauty of maths. So ഞാനിപ്പോൾ എന്തിനാ മാത്സിനെ പറ്റി പറഞ്ഞവിടെ? കോഷിയോക്കർ ആൻഡ് എൻ്റെ KP സർ. അപ്പോൾ K സ്റ്റാൻഡ്സ് ഫോർ കോഷിയോക്കർ, P സ്റ്റാൻഡ്സ് ഫോർ പ്രോട്ടീൻ. അപ്പോൾ കോഷിയോക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും, ഇത്രയും ഓർത്തിരിക്കാം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അബൌട്ട് ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കോഷിയോക്കർ. ഓക്കെ, ഈ പിക്ചേഴ്സ് എല്ലാം ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ സ്ലൈഡിലുള്ള എല്ലാ പിക്ചേഴ്സും ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എല്ലാ എക്സാം പേപ്പേഴ്സിലും അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റീവ് പേപ്പേഴ്സിൽ അവർ ചോദിക്കും പ്രോട്ടീൻ, എനർജി, മാൽന്യൂട്രീഷനെ പറ്റി. ഓക്കെ, സോ കോഷിയോക്കറിൻ്റെ വാട്ട് ഹാപ്പൻസ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ഒരു കുഞ്ഞെടുത്തില്ലെങ്കിൽ, ഡയറ്റിൽ പ്രോട്ടീൻ ഇല്ല എങ്കിൽ, why he should be having these features, distended abdomen, edema, okay, bilateral pedal edema അവർക്ക് ഉണ്ടാവും, മൂൺ ഫേഷ്യസ് ഉണ്ടാവും. സോ ഇത് റീസൺ ഇസ് വെരി വെരി സിമ്പിൾ. നമ്മുടെ ബ്ലഡ് വെസലിനകത്ത് നമുക്ക് എന്തുണ്ടെന്ന് അറിയാം. നമ്മുടെ ബ്ലഡ് വെസലിനകത്ത് നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട്, ബ്ലഡിനകത്ത് നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻസ് ആണ് ഞാൻ ഈ ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ഇറ്റ്, ഞാൻ ഈ ഗ്രീൻ കളറിൽ കുത്തുകുത്തായിട്ട് വരയ്ക്കുന്നത് ഒരു ബ്ലഡ് വെസലിനകത്തെ പ്രോട്ടീൻ ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ പ്രോട്ടീൻസിന് എന്തുണ്ട്? ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രഷർ ഈ പ്രോട്ടീൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓങ്കോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ ബ്ലഡ് വെസലിൽ ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡിനെ ആ ബ്ലഡ് വെസലിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് ഈ ഓങ്കോട്ടിക് പ്രഷർ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻസ് ദേ ആർ ഇൻ വെരി മച്ച് ലവ് വിത്ത് ദ ഫ്ലൂയിഡ്, ബ്ലഡിലെ ഫ്ലൂയിഡുമായിട്ട്. അപ്പോൾ ഫ്ലൂയിഡ് ബ്ലഡ് വെസലിൽ തന്നെ ഫ്ലോ ചെയ്യണമെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ബ്ലഡ് വെസലിൽ അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒരാളുടെ ബോഡി കുറയുമ്പോൾ ഡെഫിനറ്റ്ലി ബ്ലഡിനകത്തും പ്രോട്ടീൻ കണ്ടൻറ്റ് കുറയും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വാട്ട് ഹാപ്പൻസ്? ദ ഓങ്കോട്ടിക് പ്രഷർ ഫോൾസ് ആൻഡ് ബ്ലഡിലുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ബ്ലഡിലുള്ള ഫ്ലൂയിഡ് ബ്ലഡ് വെസലിൽ നിന്ന് പുറത്തേക്ക്, ബ്ലഡ് വെസലിൻ്റെ പുറത്തേക്കുള്ള ഇൻറ്റസ്റ്റിഷ്യൽ ടിഷ്യൂയിലേക്ക് ലീക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡിലെ ഫ്ലൂയിഡ് ഇൻറ്റസ്റ്റിഷ്യൽ ടിഷ്യൂയിലേക്ക് ലീക്ക് ചെയ്താൽ എന്ത് പറ്റും? എഡീമ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദീസ് ചിൽഡ്രൻ ലുക്ക് എഡിമാറ്റസ്. അപ്പോൾ ദിസ് ഹാപ്പൻസ് എവറിവെയർ. അപ്പോൾ അവരുടെ അബ്ഡമനിൽ എഡീമ ഉണ്ടാവും, കാലിൽ എഡീമ ഉണ്ടാവും, ഫേസിൽ ദിസ് ഗോണ ബി മൂൺ ഫേഷ്യസ്. ആൻഡ് ദെൻ വാട്ട് അബൌട്ട് ദർ ആപ്പറ്റൈറ്റ്? സീ ദേ ലുക്ക് വെരി ബ്ലോട്ടഡ്. കണ്ടോ, വയറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരിക്കലും കഴിക്കാനായിട്ട് തോന്നില്ല. സോ ദേ വിൽ ഹാവ് എ വെരി ലോ ആപ്പറ്റൈറ്റ്. The reason being, one thing, see, this condition, കോഷിയോക്കറിൽ there is going to be liver dysfunction. എന്തുകൊണ്ടാണ് ലിവർ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്ന കോഷിയോക്കറിൽ? കോഷിയോക്കറിൽ പ്രോട്ടീൻ ഇവരുടെ ബോഡിയിൽ ഒട്ടും ചെല്ലുന്നില്ല. അപ്പോൾ നല്ല പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്, കാലറി ഡെഫിഷ്യൻസിയും ഉണ്ട്. പക്ഷേ അത്യാവശ്യം കുറച്ച് കാർബ്സ് ഒക്കെ ഈ കുട്ടികളുടെ ബോഡിയിൽ ഉണ്ടാവും. കുറച്ച് കാർബ്സ് ഈ കുട്ടികൾ തിന്നുന്നുണ്ടാവും, ഇങ്ങനത്തെ കുട്ടികളുടെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ. അപ്പോൾ ഈ കഴിക്കുന്ന കാർബ്സ് ലിവറിൽ ചെന്നിട്ട് യു നോ ദാറ്റ് കാർബ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ്. അപ്പം ഈ ലിവറിൽ ചെന്ന് കാർബ്സ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഫാറ്റാണ് ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ചെല്ലുന്നത്, ടിഷ്യൂസിൽ, മസിൽസിലൊക്കെ ചെല്ലുന്നത്. കാരണം ഫാറ്റ് നമുക്ക് വേണം ഫോർ എനർജി പ്രൊഡക്ഷൻ. ഇതാണ് നോർമലി നടക്കുന്നത്. അപ്പം ഈ ഒരാൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ലിവറിൽ ചെന്നിട്ട് ഈ ലിവറിനകത്ത് എന്തുണ്ടെന്നറിയോ? ലിവറിനകത്ത് ലൈപ്പോ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ആവും, ലൈപ്പോപ്രോട്ടീൻസ്. അപ്പോൾ ഈ ലൈപ്പോപ്രോട്ടീൻസും ഈ ഉണ്ടാവുന്ന ഫാറ്റും, കാർബോഹൈഡ്രേറ്റ്സ് എന്തായിട്ട് മാറുന്നു? ഫാറ്റായിട്ട് മാറുന്നു ലിവറിൽ എല്ലാവരിലും.
അപ്പം ഈ ലിവറിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻസും ഈ ഫാറ്റും കൂടെ they will form a complex, okay, and that is called as apoproteins. Apoproteins. ഈ apoproteins ആണ് പിന്നെ ലിവറിൽ നിന്ന് പുറത്ത് it will go to other parts of the body, to different tissues of the body to provide energy. അപ്പോൾ ഈ പ്രോട്ടീൻ ഈ കുട്ടികളിൽ കുറവാകുമ്പോൾ ഈ ഫാറ്റുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ടുള്ള പ്രോട്ടീൻ ലിവറിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഫാറ്റിന് സ്വന്തമായിട്ട് ലിവറിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഫാറ്റിന് ലിവറിൽ നിന്ന് പുറത്തേക്ക് പോകണം, മറ്റേ ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ലിവറിൽ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. ഓക്കെ, ബേസിക്കലി ലിവറിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് ഒരു ബസ് പോലെയാണ്. ഓക്കെ, ഒരാൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ലിവറിലേക്ക് വരുന്നു, ആ കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റായിട്ട് മാറുന്നു. ഈ ഫാറ്റിനെ ലിവറിൽ നിന്ന് ബാക്കി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ലിവറിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസാണ്. അപ്പോൾ ഈ കോശകറിൽ ലിവറിൽ ഇങ്ങനെ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് കുറവായിരിക്കും, ബിക്കോസ് ആ കുഞ്ഞ് ശരിക്കും പ്രോട്ടീൻ കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഫാറ്റ് എല്ലാം ലിവറിനകത്ത് അടിഞ്ഞു കൂടിയിട്ട് ഫാറ്റി ലിവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ whenever there is a liver dysfunction, remember, whenever there is a liver dysfunction, നമ്മുടെ appetite centers in the brain will be affected. അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് തോന്നിക്കില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക്, ദാറ്റ് ഈസ് വൺ റീസൺ, പല റീസൺസ് ഉണ്ട് കേട്ടോ, why these children are not feeling hunger. ഞാൻ ഒരു റീസൺ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ലിവർ ഡിസ്ഫങ്ഷൻ ഈ കുട്ടികളിലുണ്ടാവും. അപ്പോൾ ലിവർ ഡിസ്ഫങ്ഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, റിമെമ്പർ ദാറ്റ്. ഓക്കെ, പിന്നെ വേറൊരു ഫീച്ചർ ക്വാഷിയോക്കറിൽ നമ്മൾ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ കാണുന്നുണ്ട്, അത് മറക്കരുത്. ഉറക്കത്തിൽ ചോദിച്ചാലും അത് പറയണം, കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് കണ്ടോ, വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ഹെയർ കണ്ടോ, ഈ ഹെയറിൽ ഓൾട്ടർനേറ്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രാൻഡ്സ് ആണ്. എന്താ, ഇവിടെ ബ്ലാക്ക് സ്ട്രാൻഡ് ഉണ്ട്, ഇവിടെ വൈറ്റ് സ്ട്രാൻഡ് ഉണ്ട്, പിന്നെയും ബ്ലാക്ക് സ്ട്രാൻഡ് ഉണ്ട്. അപ്പം ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫ്ലാഗ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫ്ലാഗ് സൈൻ. വാട്ട് ഇസ് ഇറ്റ്? ഞാൻ എഴുതി വരുമ്പോഴത്തേക്ക് സമയമാവും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഫ്ലാഗ് സൈൻ. അപ്പം ഫ്ലാഗ് സൈൻ ഇറ്റ് ഇസ് സീൻ ഇൻ ക്വാഷിയോക്കർ. പിന്നെ പ്രോട്ടീൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ നോർമൽ സ്കിൻ, ഹെൽത്തി സ്കിന്നിന്. പ്രോട്ടീൻ കുറയുമ്പോഴത്തേക്കും സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ കണ്ടോ, ഇതിനെയാണ് നമ്മൾ ഫ്ലേക്കി പെയിൻറ്റ് എന്ന് പറയുന്നത്. ഫ്ലേക്കി പെയിൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന പെയിൻറ്റിനെയാണ് ഫ്ലേക്കി പെയിൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതേപോലെ കുട്ടികളുടെ സ്കിന്നിൽ ഫ്ലേക്കി പെയിൻറ്റ് ഡെർമറ്റോസിസ് നമ്മൾ കാണാറുണ്ട്. ഒരു സ്കിൻ കണ്ടീഷനാണ് അസോസിയേറ്റഡ് വിത്ത് ക്വാഷിയോക്കർ. ഈ സെക്കൻഡ് പിക്ചർ കണ്ടോ, ഇതിനെയാണ് സെക്കൻഡ് അല്ലല്ലോ, ഫോർത്ത് പിക്ചർ, ഇതിനെയാണ് നമ്മൾ ക്രേസി പേയ്മെൻറ്റ് എന്ന് പറയാം, ക്രേസി പേയ്മെൻറ്റ് പാറ്റേൺ. അതേപോലെ ദ ക്രേസി പേയ്മെൻറ്റ് ഡെർമറ്റോസിസ്. ഓക്കെ, ഇറ്റ് ലുക്സ് സംതിങ് ലൈക്ക് ദിസ്. അവരുടെ സ്കിന്നും ഏകദേശം ഇതേപോലെ ഈ ഒരു മാർബിൾ പോലെ ആയിരിക്കും കാണാൻ. സോ ദിസ് ഇസ് കോൾഡ് എസ് ക്രേസി പേയ്മെൻറ്റ് ഡെർമറ്റോസിസ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പിക്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാഷിയോക്കർ എന്ന് ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് ഷുഡ് കം പ്രോട്ടീൻ ഡെഫിഷ്യൻസി, മാൽന്യൂട്രിഷൻ ആണ്. പിന്നെ ഒരു തടിച്ച് നിൽക്കുന്ന കുട്ടീനെയും ഓർക്കുക. ഫ്ലാഗ് സൈൻ മറക്കരുത്. അടുത്തത് മെറാസ്മസ്. മെറാസ്മസ് അപ്പം മെറാസ്മസിൽ ഇവിടെ ഈ കണ്ടീഷനിലും പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്, കാലറി ഡെഫിഷ്യൻ്റ് ആണ്. പക്ഷേ ഏതാണ് പ്രീഡോമിനൻ്റ്ലി ഡെഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്നത്? മെറാസ്മസ് ഇസ് എ കാലറി ഡെഫിഷ്യൻറ്റ് പ്രോബ്ലം. ഇപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണോ ഇവിടെ ചോദിച്ചാൽ യെസ്, പ്രോട്ടീൻസും ഈ കുട്ടികൾക്ക് അത്യാവശ്യം കിട്ടുന്നില്ല, പക്ഷേ കാലറീസ് ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ കാലറി ഡെഫിഷ്യൻസി ഈസ് മോർ ഹിയർ ഇൻ മെറാസ്മസ്. ഓക്കെ, അപ്പോൾ കാലറീസ് എന്തിനാണ്? നമുക്ക് എനർജി പ്രൊഡക്ഷനാണ് കാലറി വേണ്ടത്, നമ്മുടെ എനർജിക്ക്. കാലറി റിച്ച് ഫുഡ് ഈ കുട്ടികൾ കഴിക്കുന്നില്ല എങ്കിൽ ബോഡി, ഇങ്ങനത്തെ കുട്ടികളുടെ ബോഡി എന്ത് ചിന്തിക്കുമെന്നറിയോ? they will think that okay, I'm not getting calories, so you know what I'll do? calories കിട്ടാത്തതുകൊണ്ട് the body will think, എന്നാൽ എൻ്റെ ബോഡിയിലുള്ള മസിലിൻ്റെയും എൻ്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫാറ്റും ഞാൻ യൂസ് ചെയ്യട്ടെ ടു പ്രൊഡ്യൂസ് എനർജി. എന്തായാലും പുറത്തെ ഫുഡിൽ നിന്ന് എനിക്ക് കാലറീസ് അല്ലെങ്കിൽ എനർജി റിച്ച് ഫുഡ് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന മസിലിൽ നിന്നും എൻ്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫാറ്റിൽ നിന്നും ഞാൻ എനർജി കണ്ടെത്താം.
എന്നീ മെറാസ്മസിലെ കുട്ടികളുടെ ബോഡി ചിന്തിക്കും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദിസ്, ആ കുട്ടിയുടെ മസിൽ മാസ് കുറയും. ബിക്കോസ് ദ മസിൽസ് ആർ ബീയിങ് ബ്രോക്കൺ ഡൗൺ ടു പ്രൊഡ്യൂസ് എനർജി. ഫാറ്റ്, ആ കുട്ടിയുടെ ബോഡിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് ഇസ് ബീയിങ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എനർജി. അതുകൊണ്ട് തന്നെ ഓവർ ടൈം ദ ചൈൽഡ് ലുക്സ് വെരി ലീൻ. അപ്പോൾ ഇത് കണ്ടോ, അവരുടെ ആക്സിലറി പാഡ് ഓഫ് ഫാറ്റ്, അവരുടെ ഗ്ലൂട്ടിയൽ റീജിയനിലെ പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം ബോഡി യൂസ് ചെയ്തിട്ട് ദ ചൈൽഡ് ലുക്സ് വെരി സ്ലിം. അപ്പോൾ ഈ ഒരു അപ്പിയറൻസിനെയാണ് ഞാൻ ബാഗി പാൻറ്റ് അപ്പിയറൻസ് എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഓർത്തിരിക്കേണ്ട, മെറാസ്മസിൽ കുഞ്ഞുങ്ങൾക്ക് വൊറേഷ്യസ് ആപ്പറ്റൈറ്റ് ആയിരിക്കും. വൊറേഷ്യസ് ആപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഹംഗ്രി, വെരി വൊറേഷ്യസ് ആപ്പറ്റൈറ്റ്. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ് ക്വാഷിയോക്കറിലും മെറാസ്മസിലും. അപ്പോൾ മെറാസ്മസിൽ ഈ ബോഡി സ്വന്തമായിട്ട് അതിൻ്റെ പ്രോട്ടീൻ, അതിൻ്റെ മസിലും ഫാറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് കുഞ്ഞങ്ങ് വല്ലാതെ മെലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആഹാരം കഴിക്കാനുള്ള ടെൻഡൻസി കൂടും. വേറെ ക്വാഷിയോക്കറിൽ ഞാൻ പറഞ്ഞു ലിവർ ഡിസ്ഫങ്ഷൻ, ഇറ്റ് മേ കോസ് ലിവർ ഡിസ്ഫങ്ഷൻ ക്വാഷിയോക്കറിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ബ്ലോട്ടഡ് ആയിരിക്കും കുട്ടി, വയറൊക്കെ ചാടിയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആഹാരം കഴിക്കാനായിട്ട് തോന്നിക്കില്ല. വൈ ആം ഈ നോസ് റിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൊടുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഐ ജസ്റ്റ് വെൻ ടു നിയർ ബൈ ഷോപ്പ്. I went to temple first and then I went to a nearby shop. So my friend picked this for me. She said, Anu, idu mukuthi. That's what we call in Malayalam, right? Nose ring. Idu ittala you look better on your face nu parnja. Appo njan or experiment aayittu ittadana ee sadhanam. I haven't pierced it. So I think the second time I'm wearing it. That's why I keep on touching it. Thara video nalloru. Okay, appo മെറാസ്മസ് പഠിച്ചു. ദിസ് പിക്ചർ യു ഷുഡ് റിമെമ്പർ. ഓക്കെ, അപ്പോൾ വൊറേഷ്യസ് ആപ്പറ്റൈറ്റ് ആയിരിക്കും, ഡോണ്ട് ഫർഗെറ്റ്. വേറെ ക്വാഷിയോക്കറിൽ കുഞ്ഞ് ശരിക്കും ആഹാരം കഴിക്കത്തില്ല. ഓക്കെ, കുഞ്ഞിന് ഈ മെറാസ്മസിൽ ദേ ഹാവ് എ മങ്കി ഫേസ്. മങ്കി ഫേസ് എന്ന് പറഞ്ഞാൽ ഈ മുഖത്തെ ഫാറ്റും മസിൽസും ഒക്കെ ദേ ആർ ബീങ് യൂസ് ടു പ്രൊഡ്യൂസ് എനർജി. അതുകൊണ്ട് തന്നെ മങ്കി ഫേസ് അപ്പിയറൻസ് ആയിരിക്കും, വളരെ തിൻ ലീൻ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും. പക്ഷേ ക്വാഷിയോക്കറിൽ എഡിമാറ്റസ് ഫേസ് ആയിരിക്കും, മൂൺ ഫേഷ്യസ് ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 3-year-old ചൈൽഡ് കംസ് വിത്ത് പിറ്റിങ് എഡേമ ഓഫ് ലോവർ എക്സ്ട്രീമിറ്റീസ്. അപ്പം എഡീമയുണ്ട് ലോവർ എക്സ്ട്രീമിറ്റീസിൻ്റെ, ഫ്ലേക്കി സ്കിൻ ഓൺ ഹിസ് ബോഡി ആൻഡ് ഡിസ്റ്റൻഡഡ് അബ്ഡമൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു തടിച്ച കുട്ടീനെയാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതേപോലെ വിത്ത് സ്കിൻ കണ്ടീഷൻ. So what is the diagnosis എന്ന് ചോദിച്ചേക്കുന്നത്? വെരി സിമ്പിൾ, the answer is kwashiorkor. Answer is what? Kwashiorkor. So hope you understood the difference between kwashiorkor and marasmus. അപ്പോൾ ആ മിസ്കൺസെപ്ഷൻ നമുക്കിനി ഒഴിവാക്കാം. when I used to study, when I was doing my MBBS, I used to learn it like, okay, kwashiorkor means protein deficiency, marasmus means calorie deficiency. But it is not that. ഓക്കെ, രണ്ടിലും പ്രോട്ടീനും കാലറിയും ഡെഫിഷ്യൻ്റ് ആണ്. ബട്ട് ക്വാഷിയോക്കറിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഈസ് മോർ, മെറാസ്മസിൽ കാലറി ഡെഫിഷ്യൻസി ഈസ് മോർ. ഓക്കെ, സോ ദിസ് കോൺസെപ്റ്റ് ഷുഡ് ബി വെരി ക്ലിയർ. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് അസുഖത്തിനെയും പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് ക്ലാസ്, അബൌട്ട് ദീസ് ടോപ്പിക്സ്. Kindly give me your feedback. Kindly give me the topics if you want me to teach some topics. Then as time permits, I'll be taking them. So stay happy, stay healthy, stay fit. I'll see you all in the next class. Bye-bye.